ആന്ധ്രാപ്രദേശിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിലൊന്നായ വീരഭദ്ര ക്ഷേത്രമാണിത്. വിജയനഗര വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന ഭാഗങ്ങളിൽ ഒന്നാണിത്. ആന്ധ്രാപ്രദേശിലെ സത്യസായി ജില്ലയിലെ ലെപ്പാക്ഷി എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം. ലെപ്പാക്ഷി എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ചിത്രത്തൂണുകൾ കൊണ്ടും കൊത്തുപണികൾ കൊണ്ടും മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ കൊണ്ടും സമ്പന്നമാണ്. സഹോദരന്മാരും പല്ലവ രാജാക്കന്മാരുമായിരുന്ന വിരുപണ്ണ വടിയാർ, വീരണ്ണ വടിയാർ എന്നിവർ ചേർന്ന് AD 1530 ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കർണാടക സ്വദേശികളായ ഇവർ അച്യുത ദേവരായ രാജാവിൻ്റെ ഭരണകാലത്ത് വിജയനഗര സാമ്രാജ്യത്തിന് കീഴിൽ പെനുകൊണ്ടയിൽ ഗവർണർമാരായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഹിന്ദുമതത്തിലെ പ്രധാന ദേവനായ ശിവന്റെ ഉഗ്രരൂപമായ വീരഭദ്രനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. 5 ഏക്കർ വിസ്തൃതിയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ പല്ലവ ശൈലിയിലും സാലുവ, തുളുവ, വിജയനഗര ശൈലിയിലുമാണ്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം കൊത്തുപണികളുടെയും കരവിരുതിൻ്റെയും അതിബൃഹത്തായ നിർമ്മിതിയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം. ഇവിടെ അഗസ്ത്യമുനി ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതായും പറയപ്പെടുന്നു. ഗർഭഗൃഹം അഥവാ ശ്രീകോവിൽ, മുൻമുറി എന്ന അർദ്ധമണ്ഡപം, അസംബ്ലി ഹാൾ അഥവാ നാട്യമണ്ഡപം എന്നിങ്ങനെ 3 പ്രധാന ഭാഗങ്ങളായിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗമാണിത്. ഇവിടെയാണ് പൂജയും മറ്റു ചടങ്ങുകളും നടക്കുന്നത്. തൂണുകളാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന കാഴ്ച. ഇത്തരത്തിലുള്ള 70ഓളം ഗ്രാനൈറ്റ് തൂണുകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഹാളിലുള്ളത്. ഈ തൂണുകളിലെല്ലാം അതിസങ്കീർണമായ കൊത്തുപണികളാണുള്ളത്. സംഗീതജ്ഞർ, നൃത്തം ചെയ്യുന്ന ശിവൻ, നിംഫുകൾ, ഭൃങ്കി അഥവാ 3 കാലുകളുള്ള മുനി, ആനകൾ എന്നിവയുടെ രൂപങ്ങൾ കൊണ്ട് മനോഹരമാണ് ഇവിടുത്തെ ചിത്രത്തൂണുകൾ. 16-ാം നൂറ്റാണ്ടിലെ കരകൗശല വിദഗ്ധരുടെ അപാരമായ കഴിവുകളാണ് ഈ കൊത്തുപണിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേത്രത്തിനകത്ത് ഏവരെയും അമ്പരിപ്പിക്കുന്ന കാഴ്ച ഇതാണ്. നിലം തൊടാതെ നിൽക്കുന്ന ഈ തൂണിൻ്റെ വാസ്തുവിദ്യ അതിഗംഭീരമാണ്. നിലത്തിനും തൂണിനും ഇടയിലൂടെയുള്ള വിടവ് വളരെ വ്യക്തമായി തന്നെ കാണുവാൻ കഴിയുന്നതാണ്. 70ഓളം വരുന്ന തൂണുകളിൽ തറയിൽ തൊടാതെ ഈ തൂൺ നിൽക്കാൻ തുടങ്ങിയിട്ട് 500 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പുരാതനവും സങ്കീർണവുമായ എഞ്ചിനീയറിംഗ് രഹസ്യമാണിത്. ഈ തൂണിനെ മേൽക്കൂരയിൽ നിന്നും ചുറ്റുമുള്ള മറ്റ് തൂണുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ അതിസങ്കീർണമായ ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ ഒരു എഞ്ചിനീയർ തൂണിൻ്റെ നിർമ്മാണ രഹസ്യം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതായാണ് പറയപ്പെടുന്നത്. അതിശയിപ്പിക്കുന്ന ചിത്രത്തൂണുകൾക്ക് പുറമെ ധാരാളം മ്യൂറൽ പെയിൻറ്റിങ്ങുകളും ഇവിടെയുണ്ട്. നാട്യമണ്ഡപത്തിൻ്റെയും പ്രധാന ശ്രീകോവിലിൻ്റെയും മേൽക്കൂരയിലെ മ്യൂറൽ പെയിൻറ്റിങ്ങുകളാണിത്. പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം എന്നിവയിലെ രംഗങ്ങളാണ് ഇതിൽ പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത്. 500 വർഷത്തിലേറെ നിലനിൽക്കാൻ കഴിയുന്ന നിറങ്ങളും പ്രകൃതിദത്ത പിഗ്മെൻറ്റുകളും ഉപയോഗിച്ചാണ് ഈ മ്യൂറൽ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. വീരഭദ്രസ്വാമിയുടെ 24 അടി നീളവും 14 അടി വീതിയുമുള്ള ചിത്രവും ഇവിടെയുണ്ട്. കാലപ്പഴക്കത്താൽ മ്യൂറലുകൾ പലതും ഇന്ന് നാശമായിട്ടുണ്ട്. മേൽക്കൂരയിലെ മ്യൂറൽ പെയിൻറ്റിങ്ങുകളുടെ കലാവൈഭവം അടിസ്ഥാനമാക്കി ഈ ചുവർ ചിത്രങ്ങളെ ഇന്ത്യയിലെ സിസ്റ്റൈൻ ചാപ്പൽ എന്നും വിശേഷിപ്പിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളാണ് ഇതെല്ലാം. 2 പ്രധാന ചുറ്റുമതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം
ലെപാക്ഷി ഗ്രാമത്തിന്റെ തെക്ക് ഭാഗത്തായി ആമയുടെ ആകൃതിയിലുള്ള വലിയ ഗ്രാനൈറ്റ് പാറയുടെ മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രം കൂർമ്മശൈല എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൊത്തുപണികളും മ്യൂറൽ പെയിന്റിങ്ങുകളും ധാരാളമുണ്ട്. ലങ്കാധിപതിയായിരുന്ന രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ തടയാൻ ശ്രമിച്ച ജടായു വീണത് ഇവിടെയാണെന്നും വീണുകിടക്കുന്ന ജടായുവിനോട് ശ്രീരാമൻ ലെ പക്ഷി അഥവാ എഴുന്നേൽക്കൂ പക്ഷി എന്നു പറഞ്ഞതിൽ നിന്നുമാണ് ഈ സ്ഥലത്തിന് ലെപാക്ഷി എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. ക്ഷേത്ര സമുച്ചയത്തിലെ പ്രധാന നിർമ്മിതിയായ കല്യാണ മണ്ഡപമാണിത്. അപൂർണമായതും കൊത്തുപണികൾ കൊണ്ട് അമ്പരപ്പിക്കുന്നതുമായ ഈ നിർമ്മിതി ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. മേൽക്കൂര പൂർണ്ണമായി നിർമ്മിച്ചിട്ടില്ലാത്ത മണ്ഡപത്തിന്റെ തൂണുകളിൽ മനോഹരമായ കൊത്തുപണികളാണുള്ളത്. വാസ്തുവിദ്യ കൊണ്ട് അതിശയിപ്പിക്കുന്ന 38 തൂണുകളാണ് ഈ കല്യാണ മണ്ഡപത്തിലുള്ളത്. ഇതിലെ ഓരോ തൂണുകൾക്കും വ്യത്യസ്ത കഥകളാണുള്ളത്. തൂണുകളിൽ ദേവതകൾ, ബ്രഹ്മാവ്, മുനികൾ എന്നിവരുടെ രൂപങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഈ മണ്ഡപത്തിലാണ് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും വിവാഹം നടന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. കല്യാണ മണ്ഡപത്തിന്റെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തത് സഹോദരന്മാരായിരുന്ന വീരണ്ണയും വിരുപണ്ണയുമായിരുന്നു. എന്നാൽ നിർമ്മാണ സമയത്ത് രാജാവിന്റെ സമ്മതമില്ലാതെ ഖജനാവിൽ നിന്നും പണം ദുരുപയോഗം ചെയ്തു എന്ന കുറ്റം ചുമത്തി രാജാവ് വിരുപണ്ണനെ ശിക്ഷിക്കുകയും അന്ധനാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ തെറ്റായ ആരോപണത്തിൽ വിഷമിച്ച വിരുപണ്ണൻ സ്വയം മുറിവേൽപ്പിച്ച് അന്ധനാവുകയും ഇതിനെ തുടർന്ന് മണ്ഡപത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ചിത്രത്തൂണുകളോടുകൂടിയ നീണ്ടുകിടക്കുന്ന വരാന്തയാണിത്. സന്ദർശനത്തിന് വരുന്നവർക്ക് ക്ഷേത്രത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുവാനും വിശ്രമിക്കാനും പറ്റിയ ഭാഗങ്ങളിൽ ഒന്നാണിത്. ഈ തൂണുകളിലും ബ്രഹ്മാവ്, ശിവൻ, സംഗീതജ്ഞർ എന്നിവരുടെ രൂപങ്ങളും പലതരത്തിലുള്ള കൊത്തുപണികളുമുണ്ട്. നീണ്ടുകിടക്കുന്ന വരാന്തയുടെ സമീപത്തുള്ള ശിവലിംഗ മണ്ഡപമാണിത്. പാറയ്ക്ക് മുകളിൽ കരിങ്കൽ തൂണുകളിലാണ് ഈ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു അത്ഭുതകരമായ കാഴ്ചയാണിത്. പാറയിൽ പതിഞ്ഞിരിക്കുന്ന 3 അടി നീളമുള്ള ഈ വലിയ കാൽപ്പാടിന്റെ കഥ രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലങ്കാധിപതിയായിരുന്ന രാവണൻ സീതാദേവിയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയപ്പോൾ അന്വേഷിച്ചെത്തിയ ഹനുമാൻ സ്വാമിയുടെ കാൽപ്പാടാണെന്നാണ് വിശ്വാസം. ഇതിനു സമീപത്തു തന്നെ ഹനുമാൻ പ്രതിഷ്ഠയുമുണ്ട്. കരിങ്കല്ലുകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിലുള്ളത്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഗണപതിയുടെ മനോഹരമായ ശില്പമാണിത്. ഒരു വലിയ കരിങ്കൽ പാറയിൽ നിന്നാണ് ഈ വിഗ്രഹം മുഴുവനായും കൊത്തിയെടുത്തിരിക്കുന്നത്. 2 തൂണുകളോടുകൂടിയ മണ്ഡപത്തിലാണ് ഈ ഗണേശ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഗ്രഹത്തിലെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ വയറിൽ അണിഞ്ഞിരിക്കുന്ന പാമ്പാണ്. നാഗബന്ധ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരമാണിത്. പുരാണ രൂപങ്ങളുടെയും ദേവന്മാരുടെയും കൊത്തുപണികളോടുകൂടിയാണ് ഈ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. പിരമിഡ് ആകൃതിയിലുള്ള ഇത് വിജയനഗര വാസ്തുവിദ്യയുടെ മികച്ച സൃഷ്ടിയാണ്. സമീപത്തെ പാറകളും നിരവധി കൊത്തുപണികൾ കൊണ്ട് സമ്പന്നമാണ്. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള നാഗലിംഗ പ്രതിഷ്ഠയാണിത്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത 7 തലകളുള്ള സർപ്പവും ശിവലിംഗവും അടങ്ങുന്നതാണ് ഈ പ്രതിഷ്ഠ. വെറും മണിക്കൂറുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ശിവലിംഗത്തെ സർപ്പം സംരക്ഷിച്ചു നിൽക്കുന്നതായാണ് ഈ പ്രതിഷ്ഠ പണികഴിപ്പിച്ചിരിക്കുന്നത്. കരകൗശല വിദഗ്ധർ അതീവ സൂക്ഷ്മതയോടെ കൊത്തിയെടുത്ത ഈ ശില്പത്തിന് ഏകദേശം 20 അടിയോളം ഉയരമുണ്ട്.
വർഷത്തിൽ ഏകദേശം 1 ലക്ഷം മുതൽ 1.5 ലക്ഷത്തോളം ആളുകളാണ് ലപാക്ഷി വീരഭദ്ര ക്ഷേത്രം സന്ദർശിക്കുന്നത് എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന ലപാക്ഷി ഫെസ്റ്റിവലിൽ ആണ്. 10 ദിവസത്തോളമുള്ള ക്ഷേത്ര ആഘോഷങ്ങളിൽ നാടോടിക്കലകൾ, ക്ലാസിക്കൽ നൃത്തങ്ങൾ എന്നിവയും പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് ഉത്സവത്തിന് നേതൃത്വം നൽകുന്നത്. വീരഭദ്ര ക്ഷേത്രത്തിനു സമീപത്തു തന്നെ നന്ദി എന്ന കാളയുടെ പ്രതിമയുമുണ്ട്. ലപാക്ഷിക്ക് ഏറ്റവും അടുത്തുള്ള നഗരം ഹിന്ദുപൂർ ആണ്. വെറും 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഹിന്ദുപൂരിൽ നിന്നും ലപാക്ഷിയിലേക്ക്. മോണോലിത്തിക് പ്രതിമകൾ കൊണ്ടും വിസ്മയിപ്പിക്കുന്ന കൊത്തുപണികൾ കൊണ്ടും സമ്പന്നമായ ലപാക്ഷി വീരഭദ്ര ക്ഷേത്രം തീർച്ചയായും കാണേണ്ട കാഴ്ച തന്നെയാണ്.